Welcome to MedPath Academy. Our today's topic is therapeutic positions. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ടൈപ്സ് പൊസിഷൻസിനെ പറ്റിയാണ്. ഓരോ ടൈപ്സും നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് പേഷ്യന്റിന് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സുപ്പൈൻ പൊസിഷൻ. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സുപ്പൈൻ പൊസിഷൻ നമ്മൾ പേഷ്യന്റിന് നൽകേണ്ടതെന്ന് നോക്കാം. ആദ്യമായി തന്നെ ഇൻഫ്രാടെൻഡോറിയൽ ലീഷൻ റിമൂവൽ കഴിഞ്ഞ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് കൊടുക്കണം. മയലോഗ്രാം കഴിഞ്ഞ പേഷ്യൻസിന് ജനറൽ അനസ്തീഷ്യ കൊടുക്കാനായിട്ട് നമ്മൾ സുപ്പൈൻ പൊസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അബ്ഡമിനൽ സർജറീസ്, അതായത് വയറിലെ സർജറീസ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ പേഷ്യൻസിന് എല്ലാം നമ്മൾ സുപ്പൈൻ പൊസിഷൻ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അബ്ഡമിനൽ എക്സാമിനേഷൻസിന്, കാനുലേഷൻ, ഓപ്പൺ ഹാർട്ട് സർജറീസ്, കോർണിയൽ ട്രാൻസ്പ്ലാന്റിന്, ഇൻഫ്രാടെൻഡോറിയൽ സർജറീസ് ചെയ്യാനായിട്ട് ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ പേഷ്യന്റിന് സുപ്പൈൻ പൊസിഷൻ ആണ് നൽകുന്നത്. ഇനി ഫീമെയിൽ കത്തീഡ്രൈസേഷന് നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ നീസ് ഫ്ലെക്സ്ഡ് ആയിട്ട് വെച്ചിട്ടാണ് ഫീമെയിൽ കത്തീഡ്രൈസേഷൻ ചെയ്യുന്നത്. അത് സുപ്പൈൻ പൊസിഷൻ നമ്മൾ മോഡിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് പ്രോൺ പൊസിഷൻ. നമ്മൾ കമിഴ്ന്ന് കിടക്കുമ്പോൾ എങ്ങനെയാ, അതാണ് പ്രോൺ പൊസിഷൻ. അടുത്തതായി പ്രോൺ പൊസിഷൻ ഏതൊക്കെ സിറ്റുവേഷനിലാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ലെഗ് ആംപ്യൂട്ടേഷൻ കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേഷ്യന്റിനെ പ്രോൺ പൊസിഷനിൽ കിടത്തണം. എപ്പോഴുമല്ല, ഇടയ്ക്കിടെ മാത്രം. അത് ഇനി വരും ദിവസങ്ങളിലെ വീഡിയോസിൽ ആംപ്യൂട്ടേഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ പുറകിൽ എക്സാമിനേഷൻ ചെയ്യാതെ, അതായത് നമ്മുടെ സ്പൈൻ ഏരിയ ബാക്കിലൊക്കെ എക്സാമിൻ ചെയ്യാനായിട്ട് നമുക്ക് പ്രോൺ പൊസിഷൻ ആണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആ ഏരിയകളുടെ സർജറീസ് ചെയ്യാനായിട്ടും പ്രോൺ പൊസിഷൻ ആണ് കൊടുക്കേണ്ടത്. ഇനി ബാക്കിലോ സ്പൈനൽ ഏരിയാസിലോ ആണ് ബേൺസ് അല്ലെങ്കിൽ പ്രഷർ സോർ അല്ലെങ്കിൽ ബെഡ് സോർ വരുവാണെങ്കിൽ നമ്മൾ പ്രോൺ പൊസിഷൻ ആണ് കൊടുക്കേണ്ടത്. കാരണം ആ വൂൺസിലൊന്നും പ്രഷർ പോകാണ്ടിരിക്കാനും കൂടുതൽ വൂണ്ട് വേഴ്സ് ആകാണ്ടിരിക്കാനും വേണ്ടി നമ്മൾ പ്രോൺ പൊസിഷൻ ആണ് കൊടുക്കുന്നത്. ഇനി ചില കേസുകളിൽ നമ്മൾ ഈ പ്രോൺ പൊസിഷൻ തന്നെ മോഡിഫൈ ചെയ്ത് കൊടുക്കും, മോഡിഫൈഡ് പ്രോൺ പൊസിഷൻ കൊടുക്കും. അതിൽ ഒരു സിറ്റുവേഷൻ ആണ് കുഞ്ഞുങ്ങളിൽ ലാരിംഗോമലേഷ്യ വരുന്നത്. ലാരിംഗോമലേഷ്യ വരുമ്പോൾ നമ്മൾ നെക്ക് ഹൈപ്പർ എക്സ്റ്റെൻഡഡ് ആയിട്ട് വെച്ചിട്ട് പ്രോൺ പൊസിഷൻ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പൈലോറോമയോട്ടമി കഴിഞ്ഞ പേഷ്യൻസിന് ഹെഡ് എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺ പൊസിഷനാണ് കൊടുക്കുന്നത്. റീനൽ ബയോപ്സി കഴിഞ്ഞ പേഷ്യൻസിന് അബ്ഡമന്റെ സൈഡിൽ ഒരു പില്ലോ വയ്ക്കും, അതായത് ഒരു പില്ലോ അബ്ഡമന് താഴെ ഒരു പില്ലോ വെച്ചിട്ട് ആണ് പ്രോൺ പൊസിഷനിലാണ്, പക്ഷെ അബ്ഡമന് താഴെ പില്ലോ വെക്കും. പിന്നെ പ്രോൺ പൊസിഷൻ കൊടുക്കുന്ന വേറൊരു കണ്ടീഷൻ ആണ് ലംബാർ പങ്ക്ചർ ചെയ്തതിന് ശേഷം. ലംബാർ പങ്ക്ചർ ചെയ്യാനായിട്ട് വേറെ പൊസിഷൻ ആണ്, ഇത് ലംബാർ പങ്ക്ചർ ചെയ്തതിന് ശേഷം. നെക്സ്റ്റ് ഈസ് ട്രെൻഡലംബർഗ് പൊസിഷൻ. ഈ പിക്ചർ നിങ്ങൾ നോക്കിക്കേ, തല താഴെയും കാല് മുകളിലും, തല താഴ്ന്നും കാലും ഉയർന്നും. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ പേഷ്യൻസിന് ട്രെൻഡലംബർഗ് പൊസിഷൻ കൊടുക്കേണ്ടത്? ആദ്യം തന്നെ ത്രോംബോഫ്ലെബൈറ്റിസ്, അതായത് കാലിൽ ബ്ലഡ് കെട്ടിക്കിടക്കുകയാണ്, അങ്ങനെ പേഷ്യന്റിന് ത്രോംബസ് ഫോം ആയിരിക്കാം. അപ്പൊ കാലിലെ ബ്ലഡ് നമ്മുടെ ഹാർട്ടിലേക്ക് വരണം, അതായത് വീനസ് റിട്ടേൺ കൂടണം. അപ്പോൾ നമ്മൾ ട്രെൻഡലംബർഗ് പൊസിഷൻ കൊടുക്കും. അതുപോലെ തന്നെ അംബ്ലിക്കൽ കോഡ് പ്രൊലാപ്സ്, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് അംബ്ലിക്കൽ കോഡ് പ്രൊലാപ്സ്. അത് വരുമ്പോൾ നമ്മൾ നോർമൽ പൊസിഷൻ കൊടുക്കുവാണെങ്കിൽ പ്രൊലാപ്സ്ഡ് ആയി വന്ന അംബ്ലിക്കൽ കോഡിലോട്ട് പ്രഷർ പോയിട്ട് കുഞ്ഞിനെ ബ്ലഡ് സപ്ലൈ, ന്യൂട്രീഷണൽ സപ്ലൈ ഒക്കെ കട്ടാകും. അതുകൊണ്ട് പ്രഷർ പോയി അംബ്ലിക്കൽ കോഡ് കംപ്രസ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രെൻഡലംബർഗ് പൊസിഷൻ കൊടുക്കുന്നത്. പിന്നെ ഒരു സിറ്റുവേഷൻ ആണ് സെൻട്രൽ ലൈൻ ഇൻസർഷൻ. പിന്നെ അനാഫൈലാറ്റിക് ഷോക്ക് വരുമ്പോൾ, ഷോക്കിലൊക്കെ നമ്മൾ ട്രെൻഡലംബർഗ് പൊസിഷൻ ആണ് കൊടുക്കുന്നത്. കാരണം BP കുറവായിരിക്കും, അപ്പൊ BP കൂട്ടാൻ, വീനസ് റിട്ടേൺ കൂട്ടി BP കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ട്രെൻഡലംബർഗ് പൊസിഷൻ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹൈപ്പോടെൻഷൻ,
സെയിം BP ഹൈപ്പർ ടെൻഷനിൽ എന്താ സംഭവിക്കുന്നത്? BP കുറവാണ്. അപ്പോൾ BP കൂട്ടാനായിട്ട് ബോഡിയിൽ BP കൂട്ടാനായിട്ട് നമ്മൾ ട്രെൻഡലംബർഗ് പൊസിഷൻ കൊടുക്കും. അബ്ഡോമിനൽ ഹെർണിയ, അതായത് അബ്ഡോമിനൽ ഹെർണിയ വരുന്നതെന്ന് വെച്ചാൽ കൂടുതലും അബ്ഡോമിനൽ പ്രഷർ കൂടുമ്പോഴാണ്. അപ്പോൾ അബ്ഡോമിനൽ പ്രഷർ കുറയ്ക്കാനായിട്ട് നമ്മൾ ട്രെൻഡലംബർഗ് പൊസിഷൻ കൊടുക്കും. പിന്നെ മ്യൂക്കസ് ഡ്രെയിനേജിന് വേണ്ടി, പോസ്ചറൽ ഡ്രെയിനേജിന് വേണ്ടി നമ്മൾ ചെസ്റ്റ് ഫിസിയോ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ചെസ്റ്റിലുള്ള മ്യൂക്കസ്, സ്പ്യൂട്ട് ഇതെല്ലാം നമ്മൾ കൂടുതൽ ഡ്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി ട്രെൻഡലംബർഗ് പൊസിഷൻ പ്രൊവൈഡ് ചെയ്യും. അടുത്ത പൊസിഷൻ ആണ് റിവേഴ്സ് ട്രെൻഡലംബർഗ് പൊസിഷൻ. ഇതിൽ നോക്കിക്കേ, ഹെഡ് എൻഡ് ഉയർന്നു, ഫൂട്ട് എൻഡ് താഴ്ന്നു. അതായത് തലഭാഗം ഉയർന്നു, കാലിന്റെ അറ്റം താഴ്ന്നുമാണ് ഇരിക്കുന്നത്. ഇത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് കൊടുക്കുക എന്ന് വെച്ചാൽ GERD, ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് ഉള്ള പേഷ്യൻസിന്, അതായത് പുളിച്ചു തകിട്ടലൊക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ ഈ പൊസിഷൻ കൊടുക്കും. അതുപോലെ തന്നെ സെൻട്രൽ ലൈൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ പൊസിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തതായി സെമി ഫൗളേഴ്സ് പൊസിഷൻ. ഈ പൊസിഷന്റെ പ്രത്യേകത നോക്കിക്കേ, പേഷ്യന്റിന്റെ ഹെഡ് എൻഡ് മാത്രം 30 to 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഉയർത്തി വെക്കുന്നു. പേഷ്യന്റിന്റെ ഹെഡ് എൻഡ് മാത്രം 30 to 45 ഡിഗ്രി ആംഗിളിൽ ഉയർത്തി വെക്കുന്നതാണ് സെമി ഫൗളേഴ്സ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ സെമി ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കുക? ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ, അതായത് ഇൻട്രാക്രേനിയൽ പ്രഷർ, നമ്മുടെ തലയ്ക്കുള്ളിലെ പ്രഷർ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ സെമി ഫൗളേഴ്സ് പൊസിഷൻ ആണ് കൊടുക്കുന്നത്. ഗ്ലൂക്കോമ ഉള്ള പേഷ്യൻസിന്, തൈറോയ്ഡക്ടമി കഴിഞ്ഞിട്ട്, അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട്, നേസൽ സർജറി, മൂക്കിൽ എന്തെങ്കിലും സർജറി, അതായത് ഫെസ് പോലെയോ എന്തെങ്കിലും സർജറി കഴിഞ്ഞതിന് ശേഷം, അതായത് അവർക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് കാണും, അപ്പോൾ അതിനെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെമി ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കുന്നത്. പൾമണറി എംബോളിസം ഉള്ള പേഷ്യൻസിന്, RT ഫീഡ് ഉള്ള പേഷ്യൻസിന്, അതായത് റെയിൽസ് ട്യൂബ് ഉള്ള പേഷ്യൻസിന്, നമ്മൾ ട്യൂബ് ഫീഡിങ് ചെയ്യുന്ന പേഷ്യൻസിന്, ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ സർജറീസ് കഴിഞ്ഞ പേഷ്യൻസിന്, അതായത് CA ബ്രസ്റ്റ് വന്നിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നമ്മൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, എന്നിട്ട് അവരുടെ ബോഡി ഇമേജ് കറക്ഷന് വേണ്ടി ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുവാണ് അവർക്ക്. അങ്ങനെയുള്ള സർജറീസ് ചെയ്തതിന് ശേഷം, ക്രേനിയൽ സർജറീസ്, അതായത് തലയിലെ എന്തെങ്കിലും സർജറീസ് ചെയ്തതിന് ശേഷം, മാസ്റ്റെക്ടമി കഴിഞ്ഞതിന് ശേഷം, അതായത് ബ്രസ്റ്റ് റിമൂവൽ കഴിഞ്ഞതിന് ശേഷം, കാർഡിയക് കത്തീട്രൈസേഷൻ, അതായത് ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തതിന് ശേഷം. ഫൗളേഴ്സ് പൊസിഷൻ, അതായത് ഹെഡ് എൻഡ് മാത്രം 45 to 60 ഡിഗ്രി ആംഗിളിൽ എലിവേറ്റ് ചെയ്ത് വെക്കും. 45 to 60 ഡിഗ്രി ആംഗിൾ. ഈ ആംഗിൾസ് എല്ലാം നിങ്ങൾ ഓർത്തു വെക്കുക, എക്സാംസിന് ചോദിക്കാറുണ്ട്. ഫൗളേഴ്സ് പൊസിഷൻ ഏതൊക്കെ സിറ്റുവേഷൻസിൽ കൊടുക്കും എന്ന് നോക്കാം. മൈലോഗ്രാം കഴിഞ്ഞതിന് ശേഷം. എന്താണ് മൈലോഗ്രാം? സ്പൈനൽ കനാലിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പേഷ്യൻസിന് നടത്തുന്ന ഒരു പ്രൊസീജിയർ ആണ് മൈലോഗ്രാം. അതൊരു ഡൈ ഇൻജെക്ട് ചെയ്താണ് ചെയ്യുന്നത്. കാറ്ററാക്ട് സർജറീസിന്, അബ്ഡമിനൽ അന്യൂറിസം റിസെക്ഷന്, മൂക്കിലെയോ ചെവിയിലെയോ എന്തെങ്കിലും പ്രൊസീജിയേഴ്സിന് ശേഷം, ചൈൽഡ് ബർത്ത് ഉണ്ടായി ഇമ്മീഡിയറ്റ് അവേഴ്സില്, പ്ലാസന്റ പ്രീവിയ. എന്താണ് പ്ലാസന്റ പ്രീവിയ? സെർവൈക്കൽ കനാൽ കവർ ചെയ്തോ അതിനരികിലോ ആയിട്ട് പ്ലാസന്റ അറ്റാച്ച് ചെയ്യുന്നതാണ് പ്ലാസന്റ പ്രീവിയ എന്ന് പറയുന്നത്. ആ കണ്ടീഷനിലും നമ്മൾ ഫൗളേഴ്സ് പൊസിഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ ഫൗളേഴ്സ് പൊസിഷൻ. ഈ പൊസിഷനിൽ പേഷ്യന്റിന്റെ ഹെഡ് എൻഡ് 60 to 90 ഡിഗ്രി ആംഗിളിലാണ് എലിവേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓർത്തോപ്നിയ, അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള പേഷ്യൻസിന്, കാർഡിയാക് പേഷ്യൻസ്, പിന്നെ നോർമലി ഓറൽ ഫീഡ് എടുക്കാൻ പറ്റുന്ന പേഷ്യൻസിന് നമ്മൾ ഹൈ ഫൗളേഴ്സ് പൊസിഷൻ ആണ് കൊടുക്കുന്നത്. പിന്നെ ബെഡ് സൈഡ് ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ RT ട്യൂബ്, അതായത് റെയിൽസ് ട്യൂബ് ഇൻസർഷന്, പിന്നെ ചെസ്റ്റ് ഡ്രെയിനേജ് ഉള്ള പേഷ്യന്റ്, ചെസ്റ്റ് ട്യൂബ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഹൈ ഫൗളേഴ്സ് പൊസിഷൻ ആണ് കൊടുക്കുന്നത്. ലാറ്ററൽ പൊസിഷൻ, അതിൽ 2 ടൈപ്പ് ഉണ്ട്. റൈറ്റ് ലാറ്ററൽ പൊസിഷനും ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനും.
ഇനി റൈറ്റ് ലാറ്ററൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡ് ചരിഞ്ഞാണ് കിടക്കുന്നത്. ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞാണ് കിടക്കുന്നത്. കിഡ്നി സർജറീസിൽ റൈറ്റ് സൈഡ് കിഡ്നിയാണ് സർജറി ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനും, ലെഫ്റ്റ് സൈഡ് കിഡ്നിയാണ് സർജറി ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ലാറ്ററൽ പൊസിഷനുമാണ് കൊടുക്കേണ്ടത്. സെയിം തന്നെയാണ് ഹിപ്പ് സർജറീസിലും. ഹെമറോയിഡെക്ടമി ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനാണ് കൊടുക്കേണ്ടത്. തേർഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞ പ്രഗ്നന്റ് ലേഡീസ് സുപ്പൈൻ ഹൈപ്പോടെൻഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലാണ് കിടക്കേണ്ടത്. എനിമ കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പൊസിഷൻ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ. ലിവർ ബയോപ്സി ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ. എന്നാൽ ലിവർ ബയോപ്സി ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ റൈറ്റ് ലാറ്ററൽ പൊസിഷൻ ആണ്. അതായത് നമ്മൾ അവിടെ ലിവറിനെ കംപ്രസ് ചെയ്ത് ബ്ലീഡിംഗ് വരാതിരിക്കാനായിട്ട് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലിത്തോട്ടമി പൊസിഷൻ. ഗൈനക് സർജറീസിന് ചൈൽഡ് ബർത്ത്, ജൈനൈറ്റോ യൂറിനറി സർജറീസ്, പെൽവിക് ഓർഗൻ എക്സാമിനേഷൻ അതായത് പെർവജൈനൽ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട്, പിന്നെ സിസ്റ്റോസ്കോപ്പി ചെയ്യാനായിട്ടും നമ്മൾ ലിത്തോട്ടമി പൊസിഷൻ ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് നീ ചെസ്റ്റ് പൊസിഷൻ. ആ പിക്ചർ നോക്കി അതിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കേ. നീ ചെസ്റ്റ് പൊസിഷൻ. നിങ്ങൾ അതുപോലെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം, പിക്ചർ നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. പിക്ചർ കാണിച്ചിട്ട് ഇത് ഏത് പൊസിഷൻ ആണെന്നും ചോദിക്കാറുണ്ട്. MCQ ക്വസ്റ്റ്യൻസിൽ അങ്ങനെയും ചോദിക്കാറുണ്ട്. പിക്ചർ തന്നിട്ട് ഇത് ഏതാണ് പൊസിഷൻ എന്ന് ചോദിക്കും. അപ്പോൾ ഓരോ പിക്ചറിന്റെ സ്പെസിഫിക്കേഷൻസ് നേരെ നോക്കി മനസ്സിലാക്കുക. പാലറ്റില് സൈനോസിസ് വരുമ്പോൾ നമ്മൾ നീ ചെസ്റ്റ് പൊസിഷൻ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റെക്ടം, വജൈന ആ ഏരിയാസ് എക്സാമിനേഷൻ ചെയ്യാനായിട്ട് ചില സിറ്റുവേഷൻസിൽ നീ ചെസ്റ്റ് പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട്. സിഗ്മോയിഡോസ്കോപ്പി ചെയ്യാനായിട്ട് നീ ചെസ്റ്റ് പൊസിഷൻ യൂസ് ചെയ്യുന്നു. സിംസ് പൊസിഷൻ അല്ലെങ്കിൽ സെമി പ്രോൺ പൊസിഷൻ. ഈ പിക്ചർ നോക്കിക്കേ. കാല് ലെഫ്റ്റ് ലെഗ് കുറച്ച് ഫ്ലെക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. റൈറ്റ് ലാറ്ററൽ പൊസിഷനിൽ കിടന്നിട്ട് ലെഫ്റ്റ് ലെഗ് ഫ്ലെക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. വജൈനൽ അല്ലെങ്കിൽ റെക്ടൽ എക്സാമിനേഷൻസ് ചെയ്യാനായിട്ട് സപ്പോസിറ്ററി അഡ്മിനിസ്റ്റർ ചെയ്യാൻ സിഗ്മോയിഡോസ്കോപ്പി, കൊളോനോസ്കോപ്പി, പ്രോക്ടോസ്കോപ്പി ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാനായിട്ട് നമ്മൾ സിംസ് പൊസിഷൻ ആണ് കൊടുക്കുന്നത്. DHA, DOH, MOH, പ്രോമെട്രിക്, ജിഗ്മർ, എയിംസ് എന്നീ എക്സാംസിന്റെ ക്ലാസ്സുകൾക്കായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.